നമ്മോടൊപ്പം ശ്രീ എൻ ശ്രീകുമാർ കൂടിയുണ്ട്, കോൺഗ്രസ് സഹയാത്രികനായ മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ എൻ ശ്രീകുമാർ, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ആരോപണങ്ങളായി പല വിധത്തിൽ ഇങ്ങനെ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ നിന്നതാണ്. പക്ഷേ കെ മുരളീധരനെ പോലെ മുൻ KPCC പ്രസിഡന്റ് പരസ്യമായി പറയുകയാണ് 2019 മുതൽ കോൺഗ്രസുമായി ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾ വോട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, 2016 തന്നെ വട്ടിയൂർക്കാവിൽ സഹായിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന്. ഈ വെളിപ്പെടുത്തൽ നൽകുന്ന സന്ദേശം എന്ത്? അജിംഷാദെ, കെ മുരളീധരൻ എന്താ പറഞ്ഞത്? കെ മുരളീധരൻ എന്താ പറഞ്ഞത്? ഒന്നും കൂടി വേണമെങ്കിൽ കേൾപ്പിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അല്ല, ഞാൻ പറയാം 2016 അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2019 ദേശീയ അടിസ്ഥാനത്തില് BJP വരാതിരിക്കാനായിട്ട് അവര് കോൺഗ്രസിനെ പിന്തുണച്ചു. സ്വാഭാവികമായിട്ടും ആ പിന്തുണ UDF-നും കിട്ടിക്കാണും. ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു ധാരണയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അത് തന്നെയാണ് വോട്ട് ധാരണ എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയണം എന്ന് പറയുമ്പോൾ വർഗീയവാദികളുടെ ആരുടെയും വോട്ട് വേണ്ട എന്നായിരുന്നു പാലക്കാട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളല്ലേ? എന്താണ് നിലപാട്? മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ശ്രീ എൻ ശ്രീകുമാർ, ഇതൊരു നഷ്ടക്കച്ചവടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം മുസ്ലിം സമുദായത്തിൽ ഈ മൗദൂദി ആശയങ്ങളെ അംഗീകരിക്കുന്നവർ തുലോം കുറവാണ്. 1% പോലും ഇല്ല മുസ്ലിം സമുദായത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർ. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരാണ് പ്രബലരായ സമസ്തയുടെ 2 വിഭാഗം, അത് EK AP വിഭാഗങ്ങളൊക്കെയും. അതായത് പരമ്പരാഗത സുന്നികൾ കൂടുതലും ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായത്തിൽ ജമാഅത്തെ വിരുദ്ധരാണ് കൂടുതലും ഉള്ളത്. ആ അർത്ഥത്തിലും അത് കോൺഗ്രസിന് നഷ്ടക്കച്ചവടമാണ്. ലീഗിൻ്റെ പോലും വോട്ട് സ്രോതസ് സമസ്തയാണ് എന്ന് പറയാറുണ്ട് ശ്രീകുമാർ. അതായത് അജിംഷാദിന് പറയാൻ വേണ്ടിട്ട് എന്നെ ഈ ഫോണിൽ വിളിച്ചിട്ട് കണ്ട കാര്യമില്ലല്ലോ. അതായത് അത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. വ്യക്തിപരമായിട്ട് മുരളീധരന് വോട്ട് കിട്ടി വട്ടിയൂർക്കാവിലെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് കിട്ടിക്കാണ് ഇല്ലെന്ന് ആര് പറഞ്ഞു? അത് കോൺഗ്രസിന് ജമാഅത്തെ, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്, കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി ആയിട്ടോ അതുപോലുള്ള സംഘടനയായിട്ടൊന്നും ഒരു ബന്ധമില്ല. മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ ഘടകകക്ഷി. പിന്നെ ഓരോരുത്തരും ഇപ്പൊ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF-നായിരുന്നു. തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF-നായിരുന്നു. അത് അവരവർ കൊടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പിന്തുണ ഓരോ സ്ഥാനത്തേക്ക് അവർ ആ സമയത്ത് പറഞ്ഞതാണ്. പക്ഷെ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് SDP-യുടെ പിന്തുണ വേണ്ട. അതിനുശേഷം 6 മാസം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഈ ജമാഅത്തിന്റെയും ഈ SDP-യുടെ വോട്ട് വേണ്ടെന്ന് നിങ്ങൾ പറയുമോ? വർഗീയവാദികളുടെ ആരും വോട്ട് വേണ്ട എന്ന് പൊതുവിൽ പറയുന്നതല്ലാതെ സ്പെസിഫൈ ചെയ്ത് ഈ LDF-ന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരുന്നില്ല. സർ, കള്ളം പറയരുത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് SDP-യുടെ നേതാക്കള് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ച് UDF-ന്റെ പിന്തുണ പ്രഖ്യാപിച്ച് അതിനുശേഷം UDF എന്താ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പിനും അത് ബാധകമാണ്. ഓരോ ആഴ്ചയിലും പറഞ്ഞുകൊണ്ടിരിക്കണം. മുരളീധരൻ പറഞ്ഞ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തെ പിന്തുണച്ചു ശരിയായിരിക്കാം, ആ അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. അത് കോൺഗ്രസുമായിട്ടുള്ള ധാരണയുടെ പേരിലല്ല മുരളീധരന് പിന്തുണ കൊടുത്തു കാണും. അതിൽ എന്താ സംശയമുള്ളത്? മുരളീധരന് കിട്ടിയെന്ന് മുരളീധരൻ പറഞ്ഞ എന്താ തെറ്റുള്ളത്? അയാൾക്ക് കിട്ടി കാണും, ശരിയായിരിക്കാം, അദ്ദേഹത്തിന് കിട്ടിക്കാണും. അത്ര ഒരു വിഷയമുള്ളൂ. ഗുരുവായൂരിൽ PT കുഞ്ഞോമനോട് ചോദിച്ചു നോക്ക്. PT കുഞ്ഞോമന് അന്ന് ജമാഅത്തെ ഇസ്ലാമി കുഞ്ഞോമനൊക്കെ ലഭിച്ചിരുന്ന വോട്ട് മതേതരത്വത്തിന്റെ ബേസിലുള്ള വോട്ടുകൾ ആര് പറഞ്ഞു? അവര് പരസ്യമായിട്ട് പിന്തുണച്ചാണല്ലോ. തിരുവമ്പാടിയിലെ ജോർജ് അവര് പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ളതല്ലോ, പക്ഷെ ആ പിന്തുണ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നു, ഇവിടെ കോൺഗ്രസ് ആ പിന്തുണ സ്വീകരിക്കുന്നു. അതാണ് മുരളീധരൻ വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നത്. അതായത് തർക്കിക്കാനല്ലല്ലോ ഇത് എന്നെ ടെലിഫോണിൽ വിളിച്ചത്. അതായത് ഞാൻ പറഞ്ഞത് കെ മുരളീധരന് വട്ടിയൂർക്കാവിൽ അവര് പിന്തുണച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു, ശരി. തിരുവമ്പാടിയിലും ഗുരുവായൂരിലും ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്തിന്റെ പിന്തുണ PT കുഞ്ഞോമനും മറ്റേ ജോർജ് തോമസ് തോന്നുന്നു അദ്ദേഹത്തിനുമാണ് കിട്ടിയതെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് പറഞ്ഞു. അത് മാത്രമല്ല CPM പരസ്യ ജമാഅത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു ചരിത്രമാണ്. അവരുടെ പാർട്ടി